കോഴിക്കോടാണ് മായനാട് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. കോളേജിലെ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ മനോജ്, മക്കളായ അജയ്, വിജയ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. കേസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. എഫ്ഐആർ എന്നിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. അല്ല, അതൊക്കെ അന്വേഷണത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, അതൊക്കെ കേസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ വെരിഫൈ ചെയ്ത് വരുന്നുള്ളൂ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പ്രാകൃതമായ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. കോളേജിൽ നടന്ന ഒരു സംഘർഷം, അതിനുശേഷം യുവാവിനെ മർദ്ദിച്ചു കൊല്ലുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെ കേട്ടുകേഴ്വിയില്ലാത്ത പല വാർത്തകളുമാണല്ലോ ഇപ്പോൾ വരുന്നത്. എന്താണ് സംഭവിച്ചത്? കൃഷ്ണ, ഇന്നലെ രാത്രി നടന്ന ഒരു സംഘർഷം, അതിന്റെ ഭാഗമായി ഗുരുതരമായി ഈ സൂരജിന് പരിക്കു പറ്റിയിരുന്നു. അങ്ങനെ സൂരജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് നിലവിൽ ഒരു വിശദീകരണം തരുന്നുണ്ട്. അതായത്, ഈ സൂരജിന്റെ സുഹൃത്ത് ഈ സമീപത്ത് തന്നെയുള്ള SNES കോളേജിൽ പഠിക്കുകയാണ്. അവിടെ വെച്ച് ഈ പ്രതികളായ മനോജിന്റെ മക്കളുമായി ഈ സൂരജിന്റെ സുഹൃത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ സൂരജ് ഇടപെട്ടു. അങ്ങനെ ഈ ഇടപെട്ടതിൽ കോപിതരായാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഉത്സവം നടക്കുന്നതിനിടെ സൂരജിനെ ഈ സംഘം കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് സൂരജിന് ഗുരുതരമായി ആക്രമണത്തിൽ പരിക്കു പറ്റുന്നത്. അങ്ങനെ സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 20 വയസ്സ് മാത്രമാണ് സൂരജിന് പ്രായം. വാരിയല്ലുകൾ അടക്കം സൂരജിന്റെ തകർന്നിരുന്നു. അത് ഈ ശ്വാസകോശത്തിലേക്ക് കുത്തിക്കയറിയാണ് ഈ ദാരുണമായ മരണമുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും കോളേജിൽ നടന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ സൂരജ് ഇടപെടുന്നു. അങ്ങനെ അതിന്റെ ഒരു നടപടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകോപനം എന്ന രീതിയിലാണ് ഈ സംഘം വന്ന് ആക്രമിക്കുന്നത്. ഇതിൽ 3 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിലൊന്ന് ഈ പ്രദേശവാസി തന്നെയായ മനോജാണ്. മറ്റ് 2 പേർ മനോജിന്റെ മക്കളായ അജയ്, വിജയ് എന്നിവരാണ്. ഇവർക്ക് കേവലം 19ഉം 20ഉം വയസ്സ് മാത്രമാണ് പ്രായം. കൂടാതെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കൂടി ചേവായൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ചിലർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറെ നടുക്കുന്ന ഒരു സംഭവം. കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 മണി സമയത്ത് ഈ പ്രദേശത്ത് തന്നെയുള്ള പാലക്കോട്ട് വയൽ എന്ന ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെയാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും 3 പേർ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്.